ഹായ്, നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് അല്ലേ ലോകൂട്ടാ? ലോകൂട്ട ഇതാ മുടിയെല്ലാം മുറിച്ച് സുന്ദര കുട്ടപ്പനായിട്ട് വന്നിട്ടുണ്ട്. നല്ല അടിപൊളി ഹെയർ സ്റ്റൈലുള്ള. അപ്പോൾ അതിലും കൂടി പോയിട്ട് ഇപ്പം വന്നതേ ഇല്ലു. ഇപ്പം അമ്മയും പണിക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ക്രിസ്മസ് ആയിട്ടും ആരും വീട്ടിലില്ല, എല്ലാവരും പണിക്കെല്ലാം പോയിട്ടായില്ല. അപ്പോൾ അവർ വൈകുന്നേരം വരുമ്പോഴത്തേനും നമുക്ക് നല്ലൊരു അടിപൊളി സംഭവം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് പാലപ്പും ചിക്കനെ കൊണ്ടില്ല എന്തെങ്കിലും ഒരു റെസിപ്പിയും കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. ചിക്കൻ സ്റ്റൂ നമ്മൾ ഇതുവരെ കഴിച്ചിട്ടല്ല, അതൊരു വെള്ള കളറിൽ തേങ്ങാപ്പാലിൽ ഒഴിച്ചിട്ടുള്ള ഒരു സാധനമാണ്. അതും കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പം പാലപ്പത്തിൻ്റെ എല്ലാം അരച്ചിട്ടല്ല എല്ലാം റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ അത് പൊന്തെല്ലാം വേണ്ടേ. മുന്നേ നമ്മളൊരു റെസിപ്പി ചെയ്തിട്ടുണ്ട്, അത് പാലപ്പത്തിന് അരച്ചിട്ടാണ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നത്. പക്ഷേ ഇന്ന് വേറൊരു രീതിയിലാണ് ഉണ്ടാക്കുന്നത്. നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്ന ഒരു റെസിപ്പിയും കൂടിയാണിത്. അപ്പോൾ നമുക്ക് അത് എങ്ങനെയാണ് ഉണ്ടാക്കരുതെന്നെല്ലാം നോക്കാം. അപ്പം നമ്മൾ നേരത്തെ ഒരു 6 മണിക്കൂർ മുന്നേ അതിലെ പരിപാടിയെല്ലാം തുടങ്ങണം, എന്നാൽ മാത്രമേ അത് ഉണ്ടാക്കാനാവുള്ളൂ. അപ്പോൾ നമുക്ക് വേഗം പരിപാടി നോക്കാമല്ലോ കൂട്ടോ. അപ്പൊ ഇതാ ഈ ഒരു ഗ്ലാസ്സിന് നിറച്ചും പച്ചരി എടുത്തിട്ടുണ്ട്. ഈ ഗ്ലാസ്സിന് 3 ഗ്ലാസ് ഉണ്ടെങ്കിൽ 1 കിലോ അരിയാവും ഉണ്ടാ. അപ്പൊ നമുക്കിത് നന്നായിട്ടൊന്ന് കഴുകി എടുക്കണം ആദ്യം. അപ്പൊ ഇത് നല്ലപോലെ ഒന്ന് കഴുകി വെള്ളം ഊറ്റിയിട്ട് നമുക്ക് എടുക്കാം. അപ്പൊ ഇതാ അരിയെല്ലാം കഴുകി ഒന്ന് വെള്ളം ഊറ്റി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് എന്താ ഈ ഒരു ഗ്ലാസ്സിന് 1/2 ഗ്ലാസ് ചോറ് എടുക്കുന്നുണ്ട്. ചോറ് ഏതരിൻ്റെ ചോറായാലും പ്രശ്നമില്ല, പക്ഷെ വെള്ള അരിൻ്റെ ചോറാണെങ്കിൽ കൂടുതൽ നല്ലത്. അപ്പോൾ അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതേ ഗ്ലാസ്സിൽ തന്നെ 1/2 കപ്പ് അളവിൽ തേങ്ങയും കൂടി എടുക്കുന്നുണ്ട്. പച്ചരി എടുത്ത അതേ ഗ്ലാസ്സിൽ. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. 1 2. അപ്പോൾ ഇപ്പോൾ എടുത്ത ഈ ഒരു സ്പൂണിൽ തന്നെ ഒരു 1/4 ടീസ്പൂൺ അതിനേക്കാൾ കുറച്ചൊന്നും എടുത്തിട്ടുണ്ട് ഈസ്റ്റ്, നമ്മളെ മെയിൻ സാധനം, അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പച്ചരിയായി, ചോറായി, തേങ്ങയായി, ഉപ്പായി, പഞ്ചസാരയായി, ഈസ്റ്റായി, ഇത്രയും സാധനം നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് വെച്ചാൽ ഇതാ ആ ഒരു ഗ്ലാസ് അളവിൽ ഇതാ ചൂടുവെള്ളമാണ്, അതും കൂടി ചേർത്ത് കൊടുക്കുക. ചൂടുവെള്ളം കൂടി ചേർത്തിട്ട് എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ ഇത്രയും കൂടി ആയിക്കഴിഞ്ഞാൽ നമ്മളെ പരിപാടി കഴിഞ്ഞ്. സാധാരണ നമ്മൾ പാലപ്പം ഉണ്ടാക്കുമ്പം മുന്നേ കാണിച്ച റെസിപ്പിയിൽ അരച്ചിട്ടാണ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിനി. അപ്പോൾ ഇതിനി ഒരു 6 മണിക്കൂർ അല്ലെങ്കിൽ ഇപ്പോൾ രാത്രിയാണ് നമ്മൾ ചെയ്യുന്നെങ്കിൽ രാവിലെ ഇതുപോലെ എല്ലാം സെറ്റാക്കി വെച്ചിട്ട് രാവിലെ അരച്ചെടുത്താൽ മതി. അരച്ചിട്ട് ഒരു 1-2 മണിക്കൂർ കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞാൽ നമുക്ക് ചൂടാൻ വേണ്ടി തുടങ്ങാം. അപ്പോൾ ഇത് നമുക്കൊരു 6 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ നമ്മളെ അരിയും തേങ്ങയും ചോറെല്ലാം ഇതുപോലെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ട് 6 മണിക്കൂർ ആയിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഒരു ഉണ്ണിയപ്പത്തിൻ്റെ ഓർഡർ ഉണ്ടായിനി. അമ്മ രാവിലെ പണിക്കുമ്പോൾ ചുട്ട് വെച്ചിട്ട് പോയിട്ടുണ്ടായിന്, അതെല്ലാം കൊണ്ടുകൊടുക്കാൻ പോയിട്ട് വന്നു. നമുക്കിതൊന്ന് വേഗം മിക്സിയിൽ അരച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഇപ്പം ഇത് രാത്രിക്കൊക്കെയാണ് ആക്കുന്നത്. അപ്പോൾ രാവിലെ ചായൻ്റെ പലഹാരമായിട്ടാണ് ആക്കുന്നതെങ്കിൽ കുറച്ച് നേരത്തെ ഇതുപോലെ പുതിർത്ത് വെച്ചിട്ട് അരച്ചിട്ട് 2 മണിക്കൂർ കൂടി ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചതിന് ശേഷം മാവ് കുളിച്ചാൽ നമുക്ക് ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ട് രാവിലെ ഉണ്ടാക്കാം. അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അരച്ചെടുക്കാം. ഇതിലും കൂടുതൽ അരി കുതിർത്തിട്ടുണ്ടെങ്കിൽ കുറച്ചായിട്ട് നമുക്ക് ഇതുപോലെ അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ അരച്ച നമ്മളെ മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ ഈ ഒരു ബോണിയിൽ 3/4 ഭാഗം വെള്ളം തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് നമ്മളെ അരച്ച് വെച്ച മാവില്ലേ അത് ഇതിൻ്റെ മുകളിലേക്കായിട്ട് വെച്ച് കൊടുത്തിട്ട് ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുക. ഇനി ഇത് ഒരു 1-2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നമുക്ക് നല്ല അടിപൊളി പാലപ്പം ചുട്ടെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളെ പരിപാടി കഴിഞ്ഞു. ഇത്രയേ ഇല്ലൂ. പെട്ടെന്ന് കാണുമ്പോൾ നമുക്ക് തോന്നും ഒരുപാട് പണിയുണ്ടെന്ന്. സിമ്പിളാണ്.
എത്ര വേഗം റെഡിയാക്കി എടുത്തു. കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നേരത്തെ അരി അതെല്ലാം വെള്ളത്തിൽ വെച്ച് 6 മണിക്കൂർ റെസ്റ്റ് ചെയ്തു. ഇപ്പം ഇതാ അരച്ചിട്ട് ചൂടുവെള്ളത്തിൻ്റെ മേലെ ഈ ഒരു പൂണി വെച്ചിട്ട് അടച്ചു വെച്ചിട്ടുണ്ട്. ഇത് ഇടുന്നാവുന്ന സമയം കൊണ്ട് നമുക്ക് ചിക്കൻ സ്റ്റൂ ഉണ്ടാക്കാം. അപ്പം എൻ്റെ ലേഗൂസ് പണി കഴിഞ്ഞിട്ട് വന്നിട്ട് കുറച്ച് സമയമായി. അമ്മ കുളിയെല്ലാം കഴിഞ്ഞിട്ട് വരുമ്പോഴത്തേനും ഞാൻ ചിക്കൻ സ്റ്റൂവിലെ സംഭവങ്ങളെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് വേഗം അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അപ്പം അമ്മേൻ്റെ വക ഹാപ്പി ക്രിസ്മസ് എന്ന് പറയുന്നില്ലേ? ഹാപ്പി ക്രിസ്മസ് എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. തുടങ്ങുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിനി. അപ്പോൾ നമുക്ക് വേഗം സ്റ്റൂ പാലപ്പും എല്ലാം റെഡിയാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം കേട്ടോ. അപ്പോൾ ഇതാ ഒരു 1.5 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, അതിന് വേണ്ടുന്ന സാധനം എല്ലാം ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ അമ്മ ഇതാ പാലപ്പത്തിന് ഇതാ അരച്ച് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. 2 മണിക്കൂറായിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ചിക്കൻ സ്റ്റൂ ആയാടും അത് ചൂടാൻ വേണ്ടിയിട്ട് തുടങ്ങാം. എന്നാൽ നല്ല ചൂടോടെ കഴിക്കാമല്ലോ. ചുട്ട് വെച്ച് കഴിഞ്ഞാൽ തണിയും. പാലപ്പം എന്ന് വെച്ചാൽ ചുട്ടെന്നാട് തിന്നണം. അപ്പോൾ നമ്മളെ ക്രിസ്മസ് സ്പെഷ്യൽ നമ്മളെ സ്റ്റൂ ഉണ്ടാക്കുന്നത് നമ്മളെ പുതിയ പാത്രത്തിലാണ്. നമ്മൾ ക്രിസ്മസ് സ്പെഷ്യൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയതല്ല. അപ്പൊ ആദ്യം നമുക്ക് തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നല്ല കാര്യത്തിലായിക്കോട്ടെ. അതെ, അതിന്റെ ഉദ്ഘാടനം കൂടിയാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് ആദ്യം തന്നെ കറുവപ്പട്ട, ഗ്രാമ്പു, ഏലക്കായ് ഒന്ന് പൊട്ടിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ ഇഞ്ചി ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി, പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പച്ചമുളക് ഒരു 5-6 എടുത്തിട്ടുണ്ട്. അപ്പം ഇതിന് വേറെ എരിവ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ, ഇതിൻ്റെ ഒരു എരിവ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് ഇതെല്ലാം ഒന്ന് മൂത്ത് വരുമ്പോൾ ഇതാ ഉള്ളി ഇവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് 2 അതും കൂടി ചേർത്ത് കൊടുക്കാം. നമുക്കിതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം അല്ലേ. ഉള്ളി പെട്ടെന്ന് വാടിക്കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാമല്ലോ. 2 തണ്ട് കറിവേപ്പില. ഉള്ളിയെല്ലാം നല്ലപോലെ വാടി വന്നിട്ടുണ്ടല്ലോ നമുക്കിതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് ഒരു ചെറുനാരങ്ങേൻ്റെ നീര് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാ ചിക്കൻ്റെ കളറെല്ലാം മാറി വെള്ള കളറായി തുടങ്ങിയിട്ടുണ്ട്. ഇതുവരെ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം അല്ലേ, ചിക്കനിൽ പിടിക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിതാ ഒരു മീഡിയം സൈസിലെ 3 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്, ചെറുതാണ്. പിന്നെ 2 ക്യാരറ്റും കൂടി എടുത്തിട്ടുണ്ട്. ഇതും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ ഒരു സൈസിൽ വേണം അരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട്. തേങ്ങേൻ്റെ 2-ാം പാലും ചേർത്ത് കൊടുക്കാം. ഇത് നമ്മളെ ഇവിടെ തന്നെ ഇല്ലേ തേങ്ങാപ്പാല് കമ്പനി ഉണ്ട് കേട്ടാ, ആടുന്ന് വാങ്ങിയതാണ്. അപ്പോൾ നമ്മ ആദ്യമായിട്ടാണല്ലോ തേങ്ങാപ്പാൽ വാങ്ങുന്ന പാക്കറ്റ് നമ്മ പിഴിഞ്ഞിട്ട് എടുക്കലാണ്. അപ്പോൾ ഇത് നല്ല കുറച്ച് കട്ടിയിലെ പാലാണ്. നമുക്ക് ആദ്യം അതിലേക്ക് 2-ാം പാലാണ് ഒഴിക്കേണ്ടത്. അതുകൊണ്ട് കുറച്ച് വെള്ളം ചേർത്തിട്ട് ആദ്യം ഒന്ന് ചേർത്ത് കൊടുക്കുക. നല്ല കട്ടിയുണ്ട് അല്ലേ.
ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒന്ന് ചേർത്തിട്ട് അപ്പോൾ ഇതാ ഇപ്പം രണ്ടാം പാലായി അല്ല അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൽ കിടന്നിട്ട് ഇതൊന്ന് വേവട്ടെ. അതിന് ശേഷം നമുക്ക് നല്ല കട്ടിയിലെ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കണം. അതിന് മുന്നേ നമുക്ക് 1-2 ഇൻഗ്രീഡിയൻസ് കൂടി ചേർക്കാനുണ്ട്. അത് വയ്യേ കാണാം. ഇപ്പം അതൊന്ന് വേവട്ടല്ലോ അമ്മ. അപ്പോൾ അടുപ്പത്ത് വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ് ആയിട്ടുണ്ടല്ലോ അമ്മ. ഇടയ്ക്കിടയ്ക്ക് തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കലും ചെയ്തിട്ടുണ്ടായിന്. വെന്തിട്ടുണ്ടാവും. അപ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാം. ആഹാ, ചിക്കൻ ഇത് സ്റ്റൂവിൽ നല്ല വെളുത്ത കളർ തന്നെയാണ് ഉണ്ടാവര്. അമ്മക്കത് സഹിക്കുന്നില്ല. അമ്മ ഒന്ന് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്താലോ. സ്റ്റൂ ഇങ്ങനെ ഉണ്ടാവില്ല അമ്മ, വെളുത്ത കളറ്. നമ്മ അങ്ങനെ കൂട്ടി ചീരില്ലാത്തോണ്ട് നമുക്ക് തോന്നിയാണ്. അപ്പൊ ഇതാ ചിക്കൻ നല്ലോണം വെന്തിട്ടുണ്ട്. കുറച്ചും കൂടി ഇങ്ങനെ നല്ല തിക്ക് ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഉരുളക്കിഴങ്ങെല്ലാം ഒന്ന് ഉടച്ചു കൊടുക്കാം. ഓൾറെഡി ഉരുളക്കിഴങ്ങെല്ലാം മുട്ടുമ്പോൾ തന്നെ വേഗം ഉടഞ്ഞു പോകുന്നുണ്ട് കേട്ടാ, ചെറുങ്ങനെ മുറിച്ചുകൊണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ഗരം മസാലയും ക്രഷ് ചെയ്ത കുരുമുളക് അതും കൂടി ചേർത്ത് കൊടുക്കാമേ. അപ്പോൾ ഇതാ 1/2 ടീസ്പൂൺ ഗരം മസാല എടുത്തിട്ടുണ്ട്. ഇവിടെ തന്നെ പൊടിച്ചതാണ്. അത് നമുക്ക് ആദ്യം ചേർത്ത് കൊടുക്കാം. ആദ്യം നമ്മൾ പട്ടയും ഗ്രാമ്പും ഏലക്കായയിലും ഒന്ന് ഇട്ട് കൊടുത്തിന്, അതുകൊണ്ട് അത് മതിയാവും. നമുക്ക് ഇതിലേക്ക് ഇതാ ക്രഷ് ചെയ്ത് കുരുമുളക് നല്ലോണം പൊടിയാൻ പാടില്ല, അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കേ. ഇപ്പോൾ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ടേബിൾ സ്പൂണാന്ന് തോന്നല്ലേ അത്. അപ്പോൾ ചിക്കനെല്ലാം നല്ലപോലെ വെന്ത് നല്ല സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 1-ാം പാലിന് ചേർത്ത് കൊടുക്കാം. ഇതാ നമുക്ക് 1-ാം പാല് ചേർത്ത് കൊടുക്കാം കേട്ടാ, വെള്ളമൊന്നും ചേർക്കാതെ നല്ല കട്ടിപ്പാൽ. ഒന്നാം പാല് ചേർത്താൽ പിന്നെ തിളക്കാനൊന്നും പാടില്ല. തിളച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ പിരിഞ്ഞു പോവും. അതുകൊണ്ട് നമുക്ക് വേഗം സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടാ. ഇപ്പോൾ നമ്മളെ ചിക്കൻ സ്റ്റൂ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മളെ അടിപൊളി ചിക്കൻ സ്റ്റൂ ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചെറിയ ഉള്ളി ഒന്ന് വറുത്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അടിപൊളി. അണ്ടിപ്പരിപ്പ് ഉണ്ടെങ്കിൽ അണ്ടിപ്പരിപ്പും കൂടി വറുത്തിട്ട് കൊടുക്കുക, നിർബന്ധമൊന്നുമില്ല. നമുക്ക് ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ടൊന്ന് വറുത്തിട്ട് കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. ഒരു 5-6 ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. ഉള്ളി ഇതാ നല്ല ഗോൾഡൻ കളറായിട്ടുണ്ട്. നമുക്ക് ഇതാ നേരെ നമ്മളെ ചിക്കൻ സ്റ്റൂവിലേക്ക് തട്ടി കൊടുക്കുക. അപ്പോൾ നമ്മളെ ചിക്കൻ സ്റ്റൂ ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുറച്ച് നേരം നമുക്കൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. ഈ അടുപ്പത്തേക്ക് തന്നെ നമുക്കിതാ പാലപ്പാക്കാൻ്റെ ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയാണ് കേട്ടോ. അപ്പം അമ്മ എങ്ങനെയുണ്ട്? നമ്മൾ ചുട്ടു നോക്കിയാലേ പെർഫെക്റ്റ് ആയിനോ എല്ലാം പറയാൻ പറ്റൂലൂ. അപ്പോൾ ചട്ടി ചൂടായിട്ടുണ്ട്. ഇരുമ്പിൻ്റെ ചട്ടിയാകുമ്പോൾ എണ്ണ നനച്ച് കൊടുക്കണം കേട്ടോ. നോൺ സ്റ്റിക്കിൻ്റെ ആ അപ്പച്ചട്ടിയാണെങ്കിൽ എണ്ണേൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ തടയി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിലിങ്ങനെ ചെറിയ സുഷിര ഇങ്ങനെ വീണ് തുടങ്ങും. അന്നേരമാണ് അടച്ചു വെക്കേണ്ടത് കേട്ടോ.
സൈഡെല്ലാം നല്ല മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ സൈഡേ മുരിഞ്ഞില്ല, ഈ സൈഡ് മുരിഞ്ഞിട്ടാ ഒരു സൈഡ് മാത്രമേ മുരിഞ്ഞു. തീരെ വരയ്ക്കും. അടുപ്പാകത്താണെങ്കിൽ എല്ലാ സൈഡും മുരിഞ്ഞാവും. ഗ്യാസാകുമ്പോൾ അപ്പോൾ ഇതാ നമ്മളെ ആദ്യത്തെ വെള്ളയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. പാലപ്പം വെള്ളയപ്പം എന്നായിരുന്നു അമ്മ. വെള്ളയപ്പവും പാലപ്പവും തമ്മിലൊന്നും വ്യത്യാസമില്ലമ്മ? വെള്ളയപ്പം പാലപ്പം തമ്മിലൊന്നും അതിന് ഇത്രയൊന്നും ഇത് വേണ്ടല്ലോ. പച്ചരി മറ്റേ അരി അതിൻ്റെ പൊഴിച്ചെടുത്തിട്ട് അല്ലെങ്കിൽ ലേസം മാവ് എടുത്തിട്ട് തരി കാച്ചിട്ട് അതിലിങ്ങനെ കൂട്ടി വെക്കുന്നല്ലേ? അതെല്ലേ. അപ്പം ഇത് പാലപ്പം. ഒരു സ്പൂൺ കൂടി വേണ്ടേ? ഭയങ്കര കട്ടിയാവും. നടു ഇങ്ങനെ കുറച്ച് ഇങ്ങനെ കട്ടിയല്ലേ അല്ലെങ്കിൽ ഉണ്ടാവും ഇങ്ങനെ സൈഡ് എടുത്തിട്ട്. ഇല്ലേ, പാലപ്പത്തിന് അങ്ങനെ ഉണ്ടാവില്ല അല്ലേ? അത് നല്ല കറക്കി തന്നെ ആക്കല്ലേ വെള്ളയപ്പം. അപ്പോൾ ഇതാ ചിക്കൻ സ്റ്റൂവും നമ്മളെ പാലപ്പലും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചിക്കൻ സ്റ്റൂ ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തതേ ഇല്ലും. അപ്പം തന്നെ രണ്ടാളും തുടങ്ങി നീ വിശക്കുന്നത് തിന്നാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ടേസ്റ്റ് കിട്ടിയിട്ടല്ലേ? എടുത്തു വന്നാല് ചൂട്ടാട് തിന്നണല്ലോ മേ. ചൂടോടെ ചുട്ട് വെച്ചിട്ട് നിൽക്കാൻ വേണ്ടി പറ്റൂല. വെച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ സാധാ ദോശ പോലെയാവും. പിന്നെ തണിഞ്ഞാല് അഭിപ്രായമൊന്നും പറയുന്നില്ലല്ലോ. അതിൽ കൂട്ടല്ലോ ചിക്കൻ കാണല്ലോ. രണ്ടാളും ആക്കി ഒന്നാട് ടേസ്റ്റ് നോക്കിയേ. പിന്നെ ആയിരിക്കുന്ന കത്തി ഉണ്ടായില്ല. പാലപ്പം എങ്ങനെയുണ്ട്? സൂപ്പർ. നല്ല ടേസ്റ്റ് ഉണ്ട് പാലപ്പം. പക്ഷെ നമ്മളെ ഫ്രൈ പാനിൽ ചീനച്ചട്ടിയിൽ ഫ്രൈ പാൻ എന്ന് പറയുന്നത് ചീനച്ചട്ടി നല്ല ടേസ്റ്റ് ഉണ്ട്. കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിന് കേട്ടാ. എന്താ വെച്ചാൽ അത് അപ്പെല്ലാം ചുട്ടാകുമ്പോൾ എണ്ണ എണ്ണ കുടിച്ചെന്തോ എന്തായിന്. നല്ല നമുക്ക് ഇനി അപ്പച്ചട്ടി പണിക്കണം പാലപ്പം ഉണ്ടാക്കുന്നത്. നല്ല വൃത്തി കിട്ടും ഇതിൽ കിട്ടുന്നുണ്ട്. പക്ഷെ നമ്മൾ കുറച്ച് മെനക്കെടേണ്ടി വന്നിന്. അപ്പോൾ അടിപൊളിയായില്ലേ? ഇവിടെ ചിക്കനെല്ലാം പൊട്ടിക്കുന്നത്രേ ടേസ്റ്റ് നോക്കാൻ വേണ്ടിട്ട്. ചിക്കൻ സ്റ്റൂ സൂപ്പർ ഇടാ. തേങ്ങാപ്പാലും നല്ല ടേസ്റ്റാണ്. കുരുമുളകിന്റെ ചായ നല്ല രസമുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ചിക്കൻ സ്റ്റൂ കഴിക്കുന്നത്. ഇവിടെ ടേസ്റ്റ് പിന്നെ ആദ്യം ഞാൻ കഴിക്കുന്നത് മഞ്ഞളാണ്ട് കറിയപ്പായിട്ടില്ല. നമുക്ക് നല്ല രസമുണ്ട്. ചിക്കൻ സ്റ്റൂ മസ്റ്റ് ട്രൈ ആണ്. എന്തായാലും ഉണ്ടാക്കി വെക്കണം. സൂപ്പർ ടേസ്റ്റ്. പാലപ്പം നല്ല അടിപൊളിയായിട്ട് നല്ല ടേസ്റ്റ്. ക്രിസ്മസിന് നമ്മൾ ഉണ്ടാക്കിയതാണ്. നമ്മുടെ ഇന്നത്തെ സ്പെഷ്യലാണ്, ക്രിസ്മസ് സ്പെഷ്യല്. അപ്പൊ പകല് ആരും ഇല്ലല്ലോ, ഞാനും മക്കളും മാത്രമേ ഉണ്ടായിട്ടു. അമ്മയും കൂടി വന്നിട്ടാകുമ്പോ നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാന്ന് ചോദിച്ചിട്ടാണ്. പിന്നെ കേക്കോ കാര്യങ്ങളൊന്നും മേടിച്ചിട്ട് ഇവിടെയൊക്കെ എന്റെ ബർത്ത്ഡേക്ക് ഒരു പ്ലം കേക്ക് മേടിച്ചിട്ട് മുറിച്ചിന്. ഇതുകൊണ്ട് ന്യൂ ഇയറിന് ഒരു കേക്ക് വാങ്ങി മുറിക്കാമേ. അപ്പൊ ഇന്നത്തെ നമ്മളെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എല്ലാവരും എന്തുകൊണ്ട് ലൈക്കും കമന്റും ഷെയറും സബ്സ്ക്രൈബെല്ലാം ഒന്ന് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ. അമ്മയുണ്ട്
എൻ്റെ അതി ഒന്നും പറയാനില്ല. കിടിലൻ അമ്മ കഴിച്ചിട്ട് അപ്പുറത്തേക്ക് പോയി, അച്ഛനും ഒരിക്കലും എടുത്തിട്ട്. നല്ല ടേസ്റ്റ്, എനിക്ക് കഴിച്ചാൽ മതിയാവുന്നില്ല. ഈ പാലപ്പത്തിൻ്റെ അപ്പുറമാണ് ഈ കറി നല്ല മാച്ച് ചെയ്താ. ചിക്കൻ സൂപ്പർ.